നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാർക്കറ്റിൽ നിന്ന് സൂക്കിൽ കയറിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഹദീസിലുള്ളതാണ് കൃത്യമായി. മനുഷ്യൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, ഇവിടെ ഒന്നുമില്ല. അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേ ഒരു ഘോര ശബ്ദം അവർ കേൾക്കുന്നതാണ്. മനുഷ്യൻ ഇറങ്ങി നോക്കും, അപ്പോഴതാ കിടുകിടാ ഭൂമി വിറയ്ക്കുന്നു. വഖാലൽ ഇൻസാനു മാലഹ, എന്ത് പറ്റി? എല്ലാവരും ചോദിക്കണം, എന്ത് പറ്റി? ബഗ്തതൻ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കാര്യങ്ങൾ മാറി മറയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ മാറി മറയുന്നതിന് മുമ്പുള്ള സെക്കൻഡുകളും ദിവസങ്ങളും ഉപയോഗപ്പെടുത്തണം. എന്തിനാ? അൻതഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. ഓരോ മനുഷ്യനും ആ സമയത്ത് പറഞ്ഞു പോകും, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ, പടച്ച റബ്ബിൻ്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ, ഒരുപാട് അവസരങ്ങൾ ഞാൻ പാഴാക്കിയല്ലോ, എൻ്റെ അമലും ശ്രദ്ധയും മുഴുവൻ വേറെ കാര്യങ്ങളിലായിരുന്നല്ലോ. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 63-ാമത്തെ ആയത്ത്, ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ. ഇങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചും അള്ളാഹു പിടികൂടുന്നതിനെക്കുറിച്ചും പലരും അശ്രദ്ധരാണ്, ശ്രദ്ധിക്കുന്നേയില്ല. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്. എന്നാൽ അവർ വെറുതെ ഇരിക്കുകയാണോ? അല്ല, ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ ഉപകാരപ്പെടാത്ത കാര്യമാണ്, ഈ ദുനിയാവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഹും ലഹാ ആമിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ക്ഷീണിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ ഇരിക്കുന്നുമല്ല, പണിയെടുക്കുന്നുണ്ട്, പക്ഷേ ലക്ഷ്യസ്ഥാനം നേടിത്തരുന്ന അമലുകളല്ല, റിസൾട്ട് കിട്ടുന്ന അമലുകളല്ല, സ്വർഗപ്രവേശനം ഉറപ്പുവരുത്തുന്ന അമലുകളല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പാകമാകുന്ന അമലുകളുമല്ല. ദുനിയാവിന് വേണ്ടിയാണ് അമലുകൾ മുഴുവൻ. പരലോകത്തെക്കുറിച്ച് അവർക്ക് വളരെ കുറഞ്ഞ ശ്രദ്ധ മാത്രമേ ഉള്ളൂ.